പ്രൈസ് ദി ലോർഡ്. ഒരു പൂവൻ കോഴിക്ക് 25,000 രൂപ, 25,010 രൂപ കൃത്യമായി പറഞ്ഞാൽ. പൂവൻകോഴിയാണോ? പൂവൻകോഴി 1000 രൂപ, പൂവൻകോഴി 1500 രൂപ, 1500 രൂപ പൂവൻകോഴി. വിലയായിട്ടില്ല, അതിന്റെ കാലിനെ വിലയായിട്ടുള്ളൂ. 2010 രൂപ. ഒരു തരം പുറത്തുനിന്നൊക്കെ വന്നിരിക്കുന്നവർ വാങ്ങിക്കണേ, വിദേശത്ത് വന്നിരിക്കുന്നവർ. ഇതുപോലെ ഒരു കോഴി കിട്ടത്തില്ല. ഇനി എന്താണ് ഇതുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ക്രിസ്തീയ വിശ്വാസം എത്രത്തോളം മുന്നോട്ട് പോയി, എത്രത്തോളം ശക്തമായി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തെ വിശുദ്ധീകരിച്ച ഒരു ദൈവമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അത് 2-ാം അധ്യായത്തിൽ നമ്മുടെ മുൻപിൽ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: അവിടെ ഉണ്ടായിരുന്ന കാള, ആട്, പ്രാവ് എന്നിവരെ വിൽക്കുന്നവരെയും അവരുടെ മേശകളും തട്ടിമറച്ച് ഒരു കയറുകൊണ്ടൊരു ചാട്ടവാറുണ്ടാക്കി ഇത് ദൈവത്തിൻ്റെ ആലയമെന്ന് വിളിച്ചു പറഞ്ഞ ക്രിസ്തു ഇന്ന് നമ്മുടെ ആലയങ്ങളിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് യേശു ദേവാലയം ശുദ്ധീകരിച്ചത്? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു, സ്നേഹത്തിൻ്റെ സുവിശേഷം ലോകത്തോട് പറഞ്ഞ ക്രിസ്തു, എപ്പോഴും സ്നേഹം 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 മാത്രം മുന്നോട്ട് വെച്ച ആ യേശു ക്രിസ്തു നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വിഷമിക്കുന്ന തലത്തിൽ, അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടെ തന്നെ ജനത്തിന് മുൻപിൽ ഒരു വലിയ മുന്നറിയിപ്പ് കൊടുക്കുക: ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ഇതിനെ നശിപ്പിക്കരുത്, ഇത് പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആലയത്തെ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ കാണുക, ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന് ഈ ദേവാലയത്തിൽ നടക്കുന്ന ഈ 25,000 രൂപയുടെ ഈ ലേലം വിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 6010 രൂപ സിബിച്ചൻ, 6010 രൂപ സിബിച്ചൻ. അതിന്റെ വില മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. 6010 രൂപ, 15,000 രൂപ ഉണ്ടോ? 20,000 രൂപ ഉണ്ടോ? എത്രയാ? 25,000 രൂപ, 25,000 രൂപ, 25,010 രൂപ. സിബിച്ചൻ, ഈ കോഴിയെ പള്ളിയിൽ നിന്ന് വിടുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25,000 രൂപയ്ക്ക് ഈ കോഴീനെ വിളിച്ച് ദേവാലയത്തിന് ഒരുപക്ഷെ സംഭാവന കൊടുക്കുന്നതായിരിക്കാം സിബിച്ചൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് എന്താണ് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ്? യേശുക്രിസ്തു ആദ്യകാലത്ത് ബലിയർപ്പിക്കാൻ ദേവാലയങ്ങളിലേക്ക് ആടുകളെയോ ചെങ്ങാലികളെയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഈ ആടുകളെ കൊണ്ട് ഒരു വ്യക്തി തൻ്റെ ഭവനത്തിൽ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ ചുറ്റുമുള്ളവർ അവനെ സൂക്ഷിച്ചു നോക്കും. ഇതാ അവൻ ഒരു ആടിനെ ബലിയർപ്പിക്കേണ്ട തലത്തിൽ അത്രയും വലിയ പാപം ചെയ്തു. പിറ്റേ ദിവസം ഔസേപ്പേട്ടൻ മറ്റൊരു കാളക്കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും നോക്കുമ്പോൾ ഔസേപ്പേട്ടൻ ഒരു കാളയെ ബലിയർപ്പിക്കേണ്ട തലത്തിൽ അത്രയും വലിയ പാപം ചെയ്തിരിക്കുന്നു. ഇതാ ത്രേസ്യാമ്മ ചേച്ചി ഒരു കോഴിയെ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാവിനെ കൊണ്ടുപോകുമ്പോൾ, കോഴിയില്ല ഞാൻ പറഞ്ഞതാണ്, ഒരു പ്രാവിനെ കൊണ്ടുപോകുമ്പോൾ ഇതാ ഒരു പ്രാവിനെ ബലിയർപ്പിക്കേണ്ട തലത്തിൽ ത്രേസ്യാമ്മ ചേച്ചി ഒരു പാപം ചെയ്തിരിക്കുന്നു. ഇത് ചുറ്റുമുള്ളവർ കാണാൻ തുടങ്ങി. ഇത് കൊണ്ടുപോകുമ്പോൾ പോകുന്നവർക്ക് നാണക്കേടായി. അങ്ങനെ നിൽക്കുമ്പോൾ പുതിയൊരു ബിസിനസ് അവിടെ ഉരുത്തിരിഞ്ഞു. ഇതാ ദേവാലയത്തിൽ തന്നെ എന്ത് ലഭിക്കുന്നു? ആടുകളെ കിട്ടുന്നു, പ്രാവുകളെ കിട്ടുന്നു, കാളകളെ കിട്ടുന്നു. നീ എത്ര വലിയ പാപം ചെയ്താലും, നീ എത്ര വലിയ തിന്മ ചെയ്താലും ദേവാലയത്തിൽ വരുന്നു, അവിടെ നിന്ന് ഒരു ആടിനെ വാങ്ങുന്നു, കാളയെ വാങ്ങുന്നു, അതിനെ ബലിയർപ്പിക്കുന്നു. ഇത് ഒന്നാമത്തെ തലം. 2, കാലാന്തരത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. ഇത് ഊനമറ്റതാണോ എന്ന് പരിശോധിക്കേണ്ടത് പുരോഹിതരാണ്. അപ്പോൾ അവർ പരിശോധിക്കുന്നു. ഒരുവൻ കാളയെ കൊണ്ടുവരുന്നു, ആടിനെ കൊണ്ടുവരുന്നു. ഓ, ഇത് ഊനമറ്റതല്ല, ഇത് യോഗ്യമല്ല, ബലിയർപ്പിക്കാൻ യോഗ്യമല്ല, അതിനെ തള്ളുന്നു. വീണ്ടും അവൻ വീട്ടിൽ പോയി അല്ലെങ്കിൽ അയൽവക്കത്ത് പോയി മറ്റൊരു കാളയോ മറ്റൊരു ആടിനെയോ വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുമ്പോഴും ഇതേ പല്ലവി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ നമ്മളൊരു പത്രിക സമർപ്പിച്ചാൽ ഒരു പേപ്പർ കുറവുണ്ട് എന്ന് പറയുന്നത് പോലെ അവരെ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് കുറവുണ്ടെന്ന് പറഞ്ഞ് 10 പ്രാവശ്യം നമ്മളെ നടത്തിക്കുന്നത് പോലെ തന്നെ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പുരോഹിതർ തന്നെ ദേവാലയത്തിൽ കച്ചവടം ചെയ്യട്ടെ. അങ്ങനെ പുരോഹിതർ കച്ചവടം തുടങ്ങി. ഇത് വലിയ ലാഭത്തിലേക്ക് വന്നു, വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇന്ന് പാപബോധമില്ലാത്ത ഒരു ജനതയെ വാർത്തെടുക്കുന്ന തലത്തിൽ ഇത്തരം ആഘോഷങ്ങൾക്കും ഇത്തരം കോപ്രായങ്ങൾക്കും മാത്രമായി ദേവാലയങ്ങൾ വിട്ടുകൊടുക്കുന്ന പുരോഹിതരോട് എനിക്കൊരൊറ്റ വാക്കേ പറയാനുള്ളൂ: പുതിയ തലമുറയുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു നൽകിയ പാഠങ്ങളെയാണ് നിങ്ങൾ കാറ്റിൽ പറത്തുന്നത്. അങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം കോഴി ലേലത്തിൽ നിന്നും ഇത്തരം ലേലങ്ങളിൽ നിന്നും അനുഗ്രഹം തേടുന്ന വിശ്വാസികൾ മാത്രമായി
ഇന്ന് ദേവാലയങ്ങൾ ഒതുങ്ങിയിരിക്കുന്നു. യഥാർത്ഥ വിശ്വാസികൾ ഇല്ലാത്തൊരു തലത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട പുരോഹിതരോട് എനിക്കുള്ളൊരു അപേക്ഷ ഇത് മാത്രമാണ്: പുതിയ തലമുറയെ നശിപ്പിക്കരുതേ. പുതിയ തലമുറയ്ക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാവുന്ന വിധം നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഒരു വിനീതമായ ഒരു അപേക്ഷയോടെ 25,010 രൂപയ്ക്ക് ലേലം വിളിച്ച സിബിച്ചന് വീണ്ടും ഒരു നമോവാകം നൽകിക്കൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. You know it's not the same as you